നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായൊരു ദിവസമാണ് വ്യക്തിപരമായി. കാരണം ഞാൻ പഠിച്ച കലാലയത്തിലെ മഹാരാജാസ് കോളേജിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ അഭിമന്യു എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, രാഷ്ട്രീയ സംഘടന എന്ന് പറയാൻ പറ്റിയാൽ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല, കോളേജിനകത്ത് വെച്ചൊരു ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ രാത്രി 12 മണിക്ക് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് അതിൻ്റെ കാരണക്കാരെന്ന് ആരോപണം അന്നുണ്ടായിരുന്നു, ഇന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിചാരണകൾ നടക്കാൻ പോവാണ്. പക്ഷെ ഇവിടെ മഹാരാജാസ് സ്കൂൾ ഉൾപ്പെടെയുള്ള പല രംഗങ്ങളും കണ്ടിരിക്കുന്നത് മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്നവർ, നേതാക്കന്മാർ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്നവർ, അവരേത് പാർട്ടിയിൽപ്പെട്ടവരാണേലും ആരായാലും അവർ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. അവരിൽ പലരും രക്തസാക്ഷികളാവുകയും ചെയ്യും. അതുതന്നെയാണ് അഭിമന്യുവിൻ്റെ കാര്യത്തിന് സംഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കാരണം മഹാരാജാസ് കോളേജിലെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ശക്തിയും SFIയുടെ ശക്തിയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ എറണാകുളം നഗരത്തിലെ തന്നെ ഏറ്റവും സംഘടിതമായ വിഭാഗവും മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥികളാണ്. അഭിമന്യുവിന് ഒരു ചുമരെഴുതാൻ വേണ്ടി വട്ടവടയിൽ വീട്ടിലേക്ക് പോയ പാതിരാത്രിക്ക് വീട്ടിലേക്ക് പോയ അഭിമന്യുവിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് SFIയുടെ നാണക്കേടാണ്. ഒരു ചുമരെഴുതിനു വേണ്ടി, വർഗീയതയ്ക്കെതിരായി ചുമരെഴുതാൻ വേണ്ടി അഭിമന്യുവിനെ വിളിച്ചു വരുത്തി എഴുതിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, അത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് ആ ചുമരെഴുതാൻ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര പരിഹാസ്യമാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, ഈ രക്തസാക്ഷികൾ അഭിമന്യുവിനെ രക്തസാക്ഷിയാക്കിയ പശ്ചാത്തലം, ഇന്ന് ആ കേസിൻ്റെ പശ്ചാത്തലം, ഇന്നതിൻ്റെ അന്വേഷണത്തിന് എവിടെയെല്ലാം തടസ്സങ്ങൾ നേരിട്ടപ്പോൾ എവിടെയെല്ലാം പ്രതികരിച്ചു എന്നുള്ളതുകൂടെ അറിയാനുണ്ട്. അതുകൂടെ അത്തരം വിശദവിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ സംവാദം തുടരുന്നത്. താങ്കൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നതിനെപ്പറ്റി, അല്ലെങ്കിൽ അഭിമന്യുവിനെ പോലുള്ള രക്തസാക്ഷികളെ കുരുതി കൊടുക്കുന്നതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ ഈ വിഷയം ആദ്യം കേൾക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ കോളേജ് സെക്കൻഡ് ഇയറിൻ്റെ പഠിക്കുമ്പോഴാണ്, UG സെക്കൻഡ് ഇയർ ജേർണലിസം പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അഭിമന്യു ഈ പറയപ്പെട്ട പോലെ മരിച്ചതും അന്ന് വലിയ വിഷയമാകുന്നതും ചർച്ചാ വിഷയമാകുന്നതൊക്കെ. അപ്പോൾ കോളേജിൽ ഞാനടക്കുള്ള ആൾക്കാർ ക്ലാസ്സിലിരിക്കും, വന്ന് ഫസ്റ്റ് ഇയർ വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് SFIയുടെ ആൾക്കാർ വരുന്നതും വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നതും ഞങ്ങളെല്ലാവരും കേട്ടിരുന്നതൊക്കെ. അപ്പം അന്നാണ് അഭിമന്യു ആരാണെന്നുള്ളത്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതും, അത് ഏത് തരത്തിലുള്ള തീവ്രവാദി സംഘടനകൾ, CFI എന്ന് പറയുന്ന ഒരു സംഘടന, അത് അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന CFI ആണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ളത് അവർ പറഞ്ഞായിരുന്നു. അതേസമയം തന്നെ അതേ CFI വെച്ച് കാണുന്ന SFI അലയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കോളേജിൽ, ഞങ്ങൾ ഭരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ പഠിച്ച കോളേജ് അവിടെയായിരുന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UUC-മാരുടെ എണ്ണത്തിൽ അന്ന് അവർക്ക് SFIക്ക് കുറവായിരുന്നു. അപ്പോൾ പെരിന്തൽമണ്ണ ജെംസ് കോളേജോ അങ്ങനത്തെ ഒരു കോളേജ് ഉണ്ട്, ആ കോളേജിൽ CFIക്ക് ഒരു സീറ്റ് ഉണ്ട്. ആ സീറ്റിന്റെ പിൻബലത്തോടു കൂടിയായിരുന്നു അന്ന് SFI അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതേ അഭിമന്യുവിനെ കൊന്ന പാർട്ടിക്കാരുടെ പിൻബലത്തിലാണ് അന്ന് SFI യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് എന്നുള്ള ഒരു കോൺട്രവേഴ്സി, അല്ലെങ്കിൽ തികച്ചും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാനത് അന്ന് ചോദ്യം ചെയ്തായിരുന്നു. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ തുടക്കം ഫസ്റ്റ് ഇയർ ആണ്, നമുക്ക് വല്ലാണ്ട് കയറി ഒന്നും പറയാനും പാടില്ല. കാരണം പാർട്ടി കോട്ട എന്ന് പറയുന്നില്ല, കാരണം ഞങ്ങളുടെ ഭാഗത്ത് അത്ര വലിയ പാർട്ടി കോട്ട SFIക്ക് ഇല്ല. പക്ഷെ എന്താ വിദ്യാർത്ഥി സംഘടന സ്ട്രോങ് ആണ്, SFI MSF അവിടെ സ്ട്രോങ് ആണ്, KSU മാത്രമേ കുറച്ച് സ്ട്രോങ് കുറവുള്ളൂ അവിടെ. അപ്പം അന്ന് തന്നെ വലിയ തരത്തിൽ ഇഷ്യൂ ആയതാണ്. ഇപ്പോൾ ഈ വിഷയം വീണ്ടും 8 വർഷം കഴിയുന്നു. ഒരു പാതിരാത്രി 12 മണി 12:08 ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ ഇല്ലാണ്ടാക്കുന്നു. പക്ഷെ അത് നടക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കോൺട്രവേഴ്സി വീണ്ടും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം 2019 ഉണ്ടായിരുന്ന കുറ്റപത്രം മിസ്സാവുന്നു. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ 2016 മുതൽ ഈ 2026 വരെ ഭരിക്കുന്നത് ഇതേ അഭിമന്യു ഭരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരെന്നെ, അതായത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരാണ് ഭരിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ സപ്പോർട്ടും ഈ വിഷയത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. കാരണം 2019 അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം കാണാണ്ടാവുന്നു. നാളിതുവരെ 2020 അതെ, ആ കുറ്റപത്രം, പിന്നെ മാത്രമല്ല മഹാരാജാസിൻ്റെ പല CCTV ക്യാമറകളിലും നഷ്ടപ്പെടുന്നു, അതിലെ ഫൂട്ടേജുകൾ പലതും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്ക് എന്താ ഉണ്ടായെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ ആ കോളേജിൽ പഠിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായിരുന്നു ആ കോളേജിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കതിനുള്ള യോഗം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരത്തിൽ വലിയ ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. വരുമ്പോൾ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പം ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫൂട്ടേജുകളും മിസ്സാവുന്നു, കുറ്റപത്രം മിസ്സാവുന്നു. അപ്പം വൺ തിങ് ഇസ് വെരി ക്ലിയർ, സംതിങ് ഈസ് ഹാപ്പനിങ് ദയർ. കുറ്റപത്രത്തിൽ മിസ്സാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല
8 കൊല്ലത്തോളം നീണ്ടുപോകുന്ന പ്രൊസീജിയർ ഉണ്ടായിട്ടുള്ളത്. ഇതേവരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേവരെ കോടതി വാദം കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇത്ര പതിയെ പോകുന്നൊരു കേസ് അവരെ സംസ്ഥാന സർക്കാർ ഭരണത്തിൽ ഉണ്ടാകുമ്പോൾ പോലും യാതൊരുവിധ കാരണം 10 വർഷം ഉണ്ടായിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വലിയ കാര്യമാണ് കിടക്കുന്നുണ്ട്. അപ്പം അറിയില്ല ആരൊക്കെയോ CPM-ന് വേണ്ടിയിട്ട് മനഃപൂർവ്വം അദ്ദേഹത്തെ കുരുതി കൊടുത്തതാണോ അതല്ല യഥാർത്ഥത്തിൽ CFIയുടെ ആക്രമണത്തിൽ പെട്ടതാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തെന്നാൽ അദ്ദേഹം എഴുതിയ വാക്കുകളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. വർഗീയത തുലയട്ടെ, അത് പറയാനുള്ളൊരു സാധനം അദ്ദേഹം എഴുതിയതാണ് ഇപ്പം പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല ആ സാധനമൊന്നും. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലായാലും ഈ പറഞ്ഞ പോലെ പോലീസുമാരുടെ ഒക്കെ അങ്ങനെ മാത്രം അത് എഴുതാനുണ്ടായി. 2 ചോദ്യങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നു, അദ്ദേഹമാണത് എഴുതിയത് അതോ അദ്ദേഹം മാത്രമേ അത് എഴുതാനുണ്ടായി? അങ്ങനെ നാട്ടിൽ പോയതാ, വട്ടവട നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വന്നാണ് ഇത് എഴുതുന്നത് രാത്രിയിൽ. ഇവിടെ കുട്ടികളുണ്ട്, 100 കണക്കിന് കുട്ടികൾ SFIയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്, പാതിരാത്രിക്കും കോളേജിലുണ്ട്. ഈ മനുഷ്യനെ മാത്രം തെരഞ്ഞു പിടിച്ച് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇന്ന് എനിക്ക് ദുരൂഹമാണ്. ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കേട്ട് കേൾവി മാത്രമേ നമുക്കുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് അവിടുന്ന് എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും അവർ ഈ പറഞ്ഞ പോലെ ഒരാളെ കൊല്ലുമ്പോൾ ഒരിക്കലും ഒരാൾ ഒരിച്ചാവില്ലല്ലോ. SFI എന്ന് പറഞ്ഞ ഒരു കൂട്ടായ സംഘടനയാണ്. ഇപ്പം എൻ്റെ കോളേജിലൊക്കെ SFI വളരെ സ്ട്രോങ് ആണ്. അവരൊരിക്കലും ഒരാളെ ഒറ്റയ്ക്ക് വിടില്ല, അവർ കൂട്ടമായിട്ടായിരിക്കും. എല്ലാ പാർട്ടിക്കാരും അതങ്ങനെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് അഭിമന്യുവിനെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു എന്നുള്ള വലിയ ചോദ്യത്തിനോട് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കും വളരെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ചെയ്തത് വളരെ പറഞ്ഞ പോലെ കൃത്യമായി ഒരു എന്താ പറയുക, ഒരിക്കലും ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇത്ര വലിയ പ്രശ്നം എന്നുള്ള വലിയ ചോദ്യത്തിനുണ്ട്. ഞാനൊരിക്കലും ആ സാധനത്തോട് യോജിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ നല്ല കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോർഡ് എഴുതി വെക്കുമ്പോൾ അതിനെന്തിന് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു എന്നുള്ള വലിയ ചോദ്യത്തിനോട് കിടക്കുന്നുണ്ട്. ഒരു ചോദ്യം കൂടെ എനിക്ക് ബാക്കി നിൽക്കുകയാണ്. അഭിമന്യുവിൻ്റെ പ്രതിമ മാരേജ് കോളേജ് കോമ്പൗണ്ടിൽ സ്ഥാപിക്കാൻ ഭയങ്കരമായി ഉള്ള ആവേശമാണ്. അതിഭയങ്കരമായ ആവേശം. അപ്പോൾ ഈ ആവേശം നിലനിൽക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ എറണാകുളത്ത് സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതെ പോയി എന്ന് പറയുമ്പോൾ അതിനെതിരായി ഒരു ചെറിയ മുദ്രാവാക്യം വിളി പോലും ഈ ഇവറ്റകളുള്ള വാക്യം ഉപയോഗിക്കുക, മുദ്രാവാക്യം വിളി പോലും SFI വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കേണ്ടതാണ്. അപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന ദിലീപിൻ്റെ കേസ്, കോവിഡിൻ്റെ കാര്യം പറഞ്ഞു, ദിലീപിൻ്റെ കാര്യം പറഞ്ഞ കേസ് നീട്ടിവെച്ചതിനെക്കുറിച്ചുള്ള ന്യായീകരണങ്ങളാണ് ഇപ്പോൾ നൽകുന്നവർ. മറിച്ച് ഈ അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ രേഖകൾ ആര് മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ടോ? അത് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദിവസം 1 മണിക്കൂർ പഠിപ്പ് മുടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് രക്തസാക്ഷി സ്നേഹമാണ് ഇവർ പറയുന്നത്? അതാണ് നമ്മുടെ കുഞ്ഞുകൃഷ്ണൻ പയ്യന്നൂർ പറയുന്ന ധനരാജിന് വേണ്ടി അഭിമന്യുവിന് വേണ്ടി പിരിവ് നടത്തി. അതും ആരോപണങ്ങളുണ്ട്. അഭിമന്യുവിൻ്റെ കുടുംബത്തിന് അത്ര കൊടുത്തെന്നും ആ കാശ് എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ആരോപണം ഇപ്പോൾ രംഗത്ത് വിടുന്നുണ്ട്. പയ്യന്നൂർ ധനരാജിൻ്റെ കേസ് വന്ന്. അപ്പോൾ ഈ രക്തസാക്ഷികൾ വിൽക്കപ്പെടാനുള്ളതാണ് എന്നുള്ള ധാരണ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കേരള സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ SFIയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റില്ല. ഇതിലിപ്പം പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളൊക്കെ പറയും 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ സാധനം വളരെ ലാഗായി പോയത്, അന്വേഷണം കൃത്യമായി പോകാത്തതിൻ്റെ കാരണം. ഒന്നീ പറഞ്ഞ പോലെ സമർപ്പിച്ച കുറ്റപത്രം കാണാണ്ടായി എന്നുള്ള സാധനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെങ്ങനെ കാണാണ്ടായി എന്നുള്ള സാധനം. കാരണം ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ് അതൊക്കെ മിസ്സാവുന്നത്. കാണാതായി എന്നുള്ളതല്ല, കാണാതായതിന്റെ പേരിൽ അതിനെതിരായ എന്ത് പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത്. അതെ, അപ്പൊ ഞാൻ അതിലൂടെ പറഞ്ഞു വരുന്നത്. ഒന്നീ പറഞ്ഞ പോലെ അത് കാണാതായി, അവർ കേസ് വഴുകാനുള്ള കാരണം പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ദിലീപുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടി ആക്രമിച്ച വിഷയം ബന്ധപ്പെട്ട് കോടതി വാദം കേൾക്കേണ്ട അതേ കോടതിയിലായിരുന്നു ഈ സാധനം. അതുകൊണ്ട് അത് ഒരുപാട് നീണ്ടുപോയതുകൊണ്ട് ഈ വാദം കേൾക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, കോവിഡ് ആയി. ഇനി അടുത്ത ചോദ്യം വരുന്നു, ദിലീപിനേക്കാൾ പ്രധാനപ്പെട്ട കേസാണോ അഭിമന്യുവിന്റെ കേസ്? അല്ല, അഭിമന്യുവിനേക്കാൾ പ്രധാനപ്പെട്ട കേസാണോ ദിലീപിന്റെ കേസ്? രണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ടതാണ്. മഹാരാജ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരാൾ ജീവൻ നഷ്ടപ്പെട്ട കേസായത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസ് ഒരു ഹയർ കോഴ്സിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആണെങ്കിൽ ഏത് കേസാണ് ആദ്യം പരിഗണിക്കേണ്ടത്? അഭിമന്യുവിന്റെ കേസല്ലേ പരിഗണിക്കേണ്ടത്? ദിലീപിന്റെ പുറകെ പോയി രക്ഷപ്പെടാനാണോ നോക്കുന്നത്? അപ്പോൾ ആര് ഇത് രക്ഷപ്പെടാൻ നോക്കി? കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ആര് നോക്കി? അറിയണം നമുക്ക്. ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 3 ആരോപണങ്ങളാണ്. ഒന്നീ പറഞ്ഞ കോവിഡിന്റെ കാര്യം, രണ്ടാമത്തെ കാര്യം ദിലീപിന്റെ കാര്യം, മൂന്നാമത്തെ കാര്യം 2019 നഷ്ടപ്പെട്ട കുറ്റപത്രം. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത്. പിന്നെ സാറ് ചോദിച്ച മറ്റൊരു കാര്യം, എന്തുകൊണ്ട് SFI ആ ഒരു 2019 നഷ്ടപ്പെട്ടിട്ട് ഇന്നേ വരെ ഒരു സമരം പോലും ആ വിഷയത്തിൽ ചെയ്തില്ല എന്നുള്ള വലിയ ചോദ്യത്തിനാണ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലെ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണം, അദ്ദേഹത്തിന് വേണ്ടിയുള്ള കുറ്റാരോപണത്തിന്റെ ഫയൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിനെതിരെ സമരം ചെയ്യേണ്ടത് SFIക്കാരനെ. പക്ഷേ അന്ന് വലിയ ചോദ്യത്തിനും കിടക്കുന്നത് ഈ ആഭ്യന്തരം ആര് ഭരിക്കുന്നു എന്നുള്ളത്. അതേ SFIയുടെ CPMന്റെ നേതാവായ പിണറായി വിജയന്റെ കയ്യിലാണ് ആഭ്യന്തരം ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും SFI വാസ് CPM എന്നുള്ളൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ആ ഒരു തലത്തിലോട്ട് ആ കേസ് പോകും. കാരണം പിണറായി വിജയനെതിരെ സമരം ചെയ്യേണ്ട ഒരു ആവശ്യം വരുമല്ലോ.
കാരണം ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ടും പിണറായി വിജയനെതിരെ ആയിരിക്കും നമുക്കെതിരെ ആക്ഷൻ പറയേണ്ടി വരിക. കാരണം ആഭ്യന്തര വകുപ്പ് അന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്വന്തം പാർട്ടിക്കെതിരെ സമരം ചെയ്ത് ഒരു മാനനഷ്ടം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും SFI ഉണ്ടാണ്ടിരുന്നത്. അതിപ്പോൾ സ്വന്തം പാർട്ടിക്ക് മുൻകൈ എടുക്കാമല്ലോ. കേസ് അന്വേഷിക്കാനും പ്രതികളെ കണ്ടുപിടിക്കാനും വിചാരണ തുടങ്ങാനും ഒക്കെ സ്വന്തം പാർട്ടി മുൻകൈ എടുക്കാൻ കൂടെ വേണ്ട. അപ്പം സ്വന്തം പാർട്ടിക്കാർ SFI വഞ്ചിക്കായിരുന്നു. നല്ലതിന് എംപ്ലോയിഡ് മീനിങ്. SFI പ്രവർത്തകൻ രക്തസാക്ഷിയായ കേസിൽ സ്വന്തം പാർട്ടിക്കാർ ഉഴപ്പിന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന് പറയേണ്ടി വരും. അത് SFI സമ്മതിക്കുക. എന്തായാലും വലിയ ചോദ്യത്തിനാണ് കിടക്കുന്നുണ്ട്. അഭിമന്യുവിനെ കുരുതി കൊടുത്തതാണോ, അതല്ല ഈ പറഞ്ഞ പോലെ ശരിക്കുള്ള ആക്രമണത്തിന് വിധേയമായതാണോ, അദ്ദേഹം പോലും അറിയാണ്ട് അദ്ദേഹത്തെ കുരുതി കൊടുത്താണോ, വലിയ ചോദ്യത്തിനാണ് കിടക്കുന്നുണ്ട്. എന്തായാലും ആ വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസിന്റെ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ യഥാർത്ഥ റിപ്പോർട്ട് 2019 നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീട് സമാന്തര റിപ്പോർട്ട് വേറെയും എഴുതി തയ്യാറാക്കിയതാണ്. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഏതൊക്കെ കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ പഴയതുമായിട്ട് താരതമ്യം ചെയ്യണം. പഴയതില്ലാത്തത് കൊണ്ട് ഇപ്പോഴുള്ള ഈ പറഞ്ഞ കുറ്റപത്രം എത്രത്തോളം ഒറിജിനലാണ് അല്ലെങ്കിൽ എത്ര യാഥാസ്ഥികമായ കാര്യങ്ങളാണെന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം മാറിയല്ലോ, ഭരണം മാറി, സ്വാഭാവികമായിട്ട് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കും, നല്ല രീതിയിലുള്ള വിചാരണ നടക്കും. യഥാർത്ഥ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകത്തുനിന്നും പുറത്തുനിന്നും ഉള്ളവരുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം.